വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ടീം ഹൃദയത്തിൻ്റെ വിജയത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയുടെ ടീസർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് കട്ട് ചെയ്താ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല കേട്ടോ. സാറേ, ഞാൻ പോകുന്ന ക്ലാസ്സിലല്ല, ഈ നാട്ടിൽ എങ്ങോട്ട്? മധുരാശിക്ക്. ഇനിയെല്ലാം തൊലഞ്ഞു പോവുള്ളൂ. താങ്ക് യു സാർ. സൂപ്പറാണ് സാർ. ഫുള്ളാ പൈസ സാർ. മെന്റൽ സാർ, മെന്റൽ. നാളെ സൂപ്പർ സ്റ്റാർ ആകാനോ പിറക് എന്നെ മറക്കണ്ട. മൈ നെയിം ഇസ് സ്വാമിനാഥൻ. ഞാനൊരു അനാഥനാണ്. ഒരമ്മയുടെ വാത്സല്യവും ഒരച്ഛന്റെ സ്നേഹം എനിക്ക് കിട്ടി. കൂടുതലും കഴിച്ചു ബാക്കിയല്ല ഞാൻ രക്ഷപ്പെടും. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം നല്ല ഓർമ്മശക്തിയുള്ള അലവലാദികളെയാണ് നന്നായി പഠിക്കുന്നവരെ കണക്കാക്കുന്നത്. അയ്യോ, ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ഹലോ, എന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ? അയ്യോ, നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടിനെ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഇനി ജന്മത്തിൽ കിട്ടൂല. എല്ലാ നാറുകളുണ്ടല്ലോ. എല്ലാവരുണ്ടല്ലോ അല്ലേ. കല്യാൺ ജ്വല്ലേഴ്സ്, വിനീത് ഫിലിം സ്കൂൾ എന്ന് പറയണ ആ ഒരു സംഭവത്തിൽ വന്നുള്ള എല്ലാ പഹയന്മാരും ഉണ്ട്. അതിൽ വിനീത് തന്നെ പറയുന്നില്ല, നാറികളുണ്ടല്ലോ. സിനിമയ്ക്കുള്ളിലെ സിനിമ, അതാണ് പ്രമേയം. ധ്യാൻ ഡയറക്ടറാവാൻ നടക്കണു, പ്രണവ് സപ്പോർട്ട് ചെയ്യണു. ചിലപ്പോൾ നല്ല ട്വിസ്റ്റ് ഉണ്ടാവാം. പിന്നെ കല്യാണിയുടെ വേഷങ്ങളും ഒക്കെ കണ്ടിട്ട് സിനിമാ നടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നീരജ് സൂപ്പർ സ്റ്റാറാണോ എന്തൊക്കെയോ. എനിവേ, അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ തല പോയിക്കണം. എന്തായാലും നൈസ് ടീസറായിട്ടുണ്ട് അല്ലേ. വിനീത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടേതായ ഒരു വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു ഡയറക്ടറാണ്. എത്രയോ കാലമായിട്ടല്ലേ പുള്ളിയുടെ ഒരു പടം എടുക്കാനുള്ള ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ പുള്ളിയുടേതായ ഒരു രീതിയിലുള്ളൊരു കഥയും കാര്യങ്ങളുമായിട്ട് വന്ന് നൈസായിട്ട് പുള്ളി ഹിറ്റടിച്ചിട്ട് പോകും. ഇപ്പോൾ ഹൃദയം എന്നുള്ള സിനിമ നമുക്കറിയാം, കോവിഡിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ പീക്ക് ടൈമിലാണ് ആ പടം റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് പലരും അതിനെ വിമർശിച്ചെങ്കിലും പുള്ളി ധൈര്യത്തോടു കൂടി അത് മുൻപോട്ട് വന്ന് ആ പടം ഹിറ്റാക്കി എടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കറിയാം, തിയേറ്ററുകളൊക്കെ അന്ന് ഭയങ്കര ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് വിനീത് അങ്ങനത്തെ ഒരു ബ്രേവായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് വന്നത്. ഈ ഒരു പടം വിഷുവിനാണ് റിലീസ് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ട്രെയിലറും കൂടി വരണം. പിന്നെ എല്ലാവരും ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മ്യൂസിക് ആരായിരുന്നു? മ്യൂസിക് ഞാൻ നോക്കിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അമൃത് രാംനാഥോ, അത് പുതിയൊരാളാണ്. ഇപ്പോൾ ഹൃദയത്തിൽ ഹിഷാമായിരുന്നു, ഇപ്പോൾ പുതിയൊരാൾ ആരാന്നറിയില്ല, നമ്മൾ നോക്കണം. അപ്പോൾ എന്തായാലും നൈസ് മ്യൂസിക്കൊക്കെ ആയിട്ടുണ്ട്. സംഭവം നൈസായിട്ടുള്ളൊരു ടീസർ അല്ലേ. കൂടുതൽ പ്രണവിൻ്റെ ആ ഒരു മാനറിസം, കുടിക്കുന്ന മാനറിസം പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ലാലേട്ടൻ മറ്റേ കമലതളത്തിലൊക്കെ കാണിച്ച പോലത്തെ ഒരു സംഭവം ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ മകനായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മോഹൻലാലിനായിട്ട് റിസംബിൾ ചെയ്യാൻ പ്രേക്ഷകർക്ക് അത് ശരിക്കും നമുക്ക് ആ ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ട്. നീരജ് മാധവൻ്റെ ലുക്ക് കലകിണ്ടല്ലേ. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഒപ്പം തന്നെ വീണ്ടും നിവിൻ പോളി. എന്തായാലും എല്ലാവർക്കും കയ്യടിക്കുള്ളൊരു സ്കോപ്പ് കാണുന്നുണ്ട്. എല്ലാവരും ഇത് കൂടി തകർക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നത് നമ്മുടെ ഷാൻ റഹ്മാൻ്റെ ആ ഒരു സാധനം കിടിലുണ്ട്. ടീസർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഒരു ടീസർ അല്ലേ. അല്ലാതെ ഇനി ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും സമയമുണ്ടല്ലോ. ഇപ്പോൾ 13 ഫെബ്രുവരി ആയിട്ടുള്ളൂ, ഇനി ഉണ്ട് 2 മാസം. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ട് ടീസർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.